ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാം. കുറച്ച് നാളായാലോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്താൽ കേട്ടോ. അങ്ങനെ ഇന്നൊരു ഏകദേശം 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കും അമ്മയ്ക്കും ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഡോക്ടർ ഏകദേശം ഒരു 12 മണി തൊട്ട് 1 മണി വരെ ആണെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയം കണക്കാക്കി ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ്സൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അമ്മ കണ്ണാടി വെച്ച്, ഇത്രയും നാളായിട്ട് അങ്ങനെ വെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം വെട്ടവും വെയിലും ഒക്കെ കൊണ്ടപ്പോഴത്തേക്ക് എന്തോ പോലെ ഒരു അസ്വസ്ഥതയെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് മാറി. ആദ്യമായിട്ട് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെയും പല്ല് ഫുള്ളായിട്ട് കേടായിട്ട് നല്ലപോലെ വേദനയൊക്കെ ആയിട്ടിരിക്കുക. അപ്പം നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പല്ല് എടുക്കണോ അല്ലെന്നുണ്ടെങ്കിൽ പല്ല് അടച്ചാൽ മതിയോ എന്നൊക്കെ അറിയാനും, പിന്നെ നമുക്ക് പല്ല് 2 പല്ല് വെക്കാനുണ്ട്, പിന്നെ ക്യാപ്പ് ഇടാനുണ്ട്, അങ്ങനത്തെ കുറച്ച് റൂട്ട് കനാൽ ചെയ്യാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള ഒരിതിലാണ്. അപ്പം നമ്മൾ ടിക്കറ്റും അത് ടോക്കൺ നമ്പരും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ പോവുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ആദ്യം തന്നെ ഡോക്ടറിനെയൊക്കെ കയറി കണ്ടിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ട് അടുത്ത ആഴ്ചത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല്ല് എടുക്കണമെന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഒരു പല്ല് കേടായിട്ട് ഭയങ്കര വേദനയായിട്ടിരിക്കുക, അപ്പോൾ അത് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയും വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മയ്ക്ക് കുറേ നേരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തെന്ന് തോന്നുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഒത്തിരി പല്ല് കേടായിട്ടും പിന്നെ ക്ലിപ്പിടാനും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യമുണ്ട്. അതുകൊണ്ട് അമ്മ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. ഏറ്റവും അവസാനം അമ്മയൊക്കെ വന്നിട്ട് നമ്മൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെന്നിട്ട് ചീട്ടിനകത്തുള്ള ഫുൾ മരുന്ന് നമുക്ക് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണീറ്റപ്പോഴത്തേക്ക് ഇത് നമ്മുടെ വീട്ടിൽ വന്ന പുതിയ ആളാണ് കേട്ടോ. ഇതുവരെ നമ്മുടെ വീട്ടിലില്ലാത്തവർ ഒരാളായിരുന്നു ഇയാൾ. അങ്ങനെ നമ്മുടെ പുതിയൊരു ആൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഫുൾ ഉറക്കമായിട്ട് ഇങ്ങനെ കിടക്കുക. ഇത് നമ്മുടെ വീട്ടിലെ പഴയ ആൾ. അങ്ങനെ ഇത് ഫുള്ള് കുസൃതിയൊക്കെ ആയിട്ടുള്ള ഒരാളും ബഹളമൊക്കെ ആയിട്ടുള്ള ഒരാളും. അപ്പോൾ അഴിച്ചു വിടാനേ പറ്റത്തില്ല. മറ്റേനെ നമുക്ക് അഴിച്ചൊക്കെ വിടാം, അത് നമ്മുടെ കൂടെ അങ്ങ് ആയിക്കോളും. പക്ഷേ ഇതിനെ അങ്ങനെ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇങ്ങനെ വരയ്ക്കാനും പിന്നെ എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു പേപ്പർ കാര്യങ്ങൾ കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കളർ പേപ്പർ വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരേ മെഷർമെൻറ്റിൽ ലൈൻസ് ഒക്കെ ഇട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചധികം കളർ പേപ്പർ ഒരു മൂന്നാലഞ്ച് കളറ് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഓക്കെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിന് ഇച്ചിരി കട്ടി കുറവും കാര്യങ്ങളൊക്കെ ആണല്ലോ, മറ്റേതിന് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാദ്യം അമ്മയാണ് ചോറും കറിയെല്ലാം എടുത്ത് വെച്ചത്. അപ്പം ഞാനാണെങ്കിൽ അതൊന്ന് കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ അനിയന് നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെടുത്തില്ല. അപ്പം അവന് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ സെറ്റാക്കി നമുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6:30 ഒക്കെ ആയ സമയത്താണ് നമ്മളിങ്ങനെ ചോറും ഒക്കെ കെട്ടിയിട്ട്, ഇടയ്ക്ക് അവനിങ്ങനെ വരാൻ പറ്റത്തില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അപ്പം നമ്മൾ ഓട്ടോയിലോ ബസ്സിലോ എല്ലാം പോകാമെന്നാണ് വിചാരിക്കുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ ജോലി ഉള്ളതുകൊണ്ട് വീട്ടിൽ വരാൻ കുറച്ച് താമസിക്കും, ഇന്ന് ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പം നമുക്ക് വണ്ടി പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു ചോറ് പൊതി അത്രേ ഉള്ളൂ. വലിയ കറികളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ 2-3 കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ റോഡിലോട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 6:45-7 മണി ആ ഒരു ടൈമാണ്. അങ്ങനെ നമ്മളിങ്ങനെ ബസ് ഓട്ടോ ഒക്കെ നിന്നിട്ട്, പക്ഷെ നമുക്കത് രണ്ടും കിട്ടിയില്ല ആ ഒരു ടൈമിൽ. പിന്നെ നമ്മുടെ അടുത്തുള്ളൊരു അങ്കിൾ വന്നിട്ട് ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞിട്ട് അങ്കിളും മേടിച്ചുകൊണ്ട് പോയി അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് തിരിച്ചന്നേരം വീട്ടിൽ വന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും നല്ലൊരു കാര്യമായി. ഇപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അത്രയും രാത്രി പോവേണ്ടതോ വരേണ്ടതായിട്ടൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ നേരെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കയറിയപ്പോഴത്തേക്ക് പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിപ്പോൾ